ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇന്ദിര എഴുതിയിരിക്കുന്ന ഒരു മെയിൽ കിടക്കാം. ഹായ് ആർദ്ര മാഡം, എൻ്റെ പേര് ഇന്ദിര. എനിക്ക് 48 വയസ്സുണ്ട്. എൻ്റെ വീട് തെക്കൻ കേരളത്തിലാണ്. ഭർത്താവ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഞാൻ വീട്ടമ്മയാണ്. ഞാൻ ജോലിക്ക് പോകുന്നതൊന്നും ചേട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചു വന്നത്. പിന്നെ 2 മക്കളാണ്. മൂത്ത മകൻ ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് സെറ്റിൽ ചെയ്തിട്ട് 3 വർഷമായി. പിന്നെ ഇളയ മകൻ അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ വീട്ടിലെ ഒരവസ്ഥ. 2 ആൺമക്കളും എന്നോട് വളരെ സ്നേഹമുള്ളവരും ഞാൻ പറയുന്ന പോലൊക്കെ കേൾക്കുന്നവരുമാണ്. മൂത്തവന് കൂട്ടുകെട്ടയില്ല മാഡം, പക്ഷേ ഇളയവൻ അങ്ങനെയല്ല. ഒത്തിരി കൂട്ടുകാരുണ്ട്. നാട്ടിലുള്ള കുട്ടികളും കൂട്ടുകാരായിട്ടുണ്ട്, കൂടെ പഠിക്കുന്നവരുമുണ്ട്. ചിലരൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആവശ്യമില്ലാത്ത ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരരുത്, എനിക്കത് ഇഷ്ടമല്ല. അവരുടെ വീട്ടിലേക്ക് നീയും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയും. അത് ചെക്കനുണ്ടോ കേൾക്കുന്നു. പക്ഷേ മാഡം, ഒരു 10 മാസത്തിന് മുമ്പാണ് എൻ്റെ വീട്ടിൽ നനച്ചിട്ടിരിക്കുന്ന എൻ്റെ പല തുണികളും അപ്രത്യക്ഷമാകുകയാണ്. ആരെടുത്തുകൊണ്ട് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. അങ്ങനെയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു CCTV വെക്കണമെന്ന്. അപ്പോൾ ഭർത്താവ് എന്നെ കുറ്റപ്പെടുത്തി. എടി, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തൊങ്ങലും അതേപോലെ ഇങ്ങനെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വാങ്ങിച്ചിടരുതെന്ന്. അതൊക്കെ കാണുമ്പോഴാണ് എടുത്തുകൊണ്ട് പോകുന്നത്. നീ കിളവിയാണെന്നുള്ളത് ആ പിള്ളേർക്ക് അറിയില്ല. ഞാൻ ചോദിച്ചു, ഏത് പിള്ളേർ? അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് പിള്ളേർ എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലാതെ വന്ന് വയസ്സന്മാർ എടുത്തുകൊണ്ട് പോകുമോ? വല്ല ചെറുപ്പക്കാർ പിള്ളേരുമായിരിക്കും. അവരോർത്ത് കാണും ഏതെങ്കിലും കന്നി പെണ്ണിൻ്റെ ആണെന്ന്. അവരെ നിൻ്റെ തത്സ്വരൂപം കാണുമ്പോഴില്ലേ ഓടിപ്പോയിക്കോളും. ഒരു കാര്യം ചെയ്യേ, ഒരു ദിവസം നീ അങ്ങ് നിൽക്കണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി ഇറങ്ങി നിൽക്ക്. ആ സമയത്ത് എടുക്കാൻ വരുന്നവർ നിൻ്റെ മുഖം കാണും, അപ്പോൾ ഓടിപ്പോകുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു. ആഹാ, അത് കൊള്ളാമല്ലോ. പണ്ട് എൻ്റെ പെണ്ണ് കാണാൻ വന്നത് ഓർമ്മയുണ്ടോ? അന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താനല്ലാതെ വേറൊരു പെണ്ണിനെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ എന്നെ കല്യാണം കഴിച്ചത്. അപ്പോൾ എൻ്റെ മുഖത്തിന് എന്തായിരുന്നു കുഴപ്പം? അതങ്ങ് പോട്ടെ. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നു. നിങ്ങൾക്ക് ഇത്രയും പ്രായമായി, വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് കമിഴ്ന്ന് വീഴുകയാണല്ലോ, എൻ്റെ മുഖമൊന്നും നോക്കാതെ. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, എടി, അതൊക്കെ ഏതെങ്കിലും ചെറുപ്പക്കാരെടുത്തോണ്ട് പോകുന്നതായിരിക്കും. അവർക്ക് വേണ്ടേ എൻ്റർടൈൻമെൻറ്റ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അവരിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞു, അതിനെ എൻ്റെ വിലപിടിപ്പുള്ള സംഗതികളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. ഇങ്ങനെ തർക്കമായപ്പോഴേക്കും എൻ്റെ മകൻ രംഗപ്രവേശനം ചെയ്തു. അമ്മേ, CCTV ഒന്നും വെക്കണ്ട, അതും ശരിയാകില്ല. ഇവിടെ ആർക്കും CCTV ഒന്നുമില്ല. നമ്മളായിട്ട് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതും ശരിയാകില്ലെന്ന്. ഞാൻ പറഞ്ഞു, നീയാണോ പറഞ്ഞത് ഇവിടെ വെക്കണം? ഇതിൻ്റെ കള്ളൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാകണമെന്ന്. അപ്പോൾ അവൻ്റെ അച്ഛനോട് പറയാണ്, അച്ഛാ ഇവിടെ അങ്ങ് വെക്കണ്ട, അമ്മ ചുമ്മാ പറയുകയാണ്, അമ്മ അത് മുകളിലങ്ങാണ് കൊണ്ടിട്ടാൽ മതി. എവിടെ ഇടണമെന്ന് നീയാണോടെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് കൂട്ടി. എന്തായാലും വെക്കാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അടുത്ത ആഴ്ച ആകട്ടെ എന്നും. പക്ഷേ എനിക്കൊരു സംശയം, ഇവനെന്തിനാണ് ഇതിനൊടക്കിടുന്നത്? ഇവനെന്തെങ്കിലും കൃത്രിമത്വം കാണിക്കുന്നുണ്ടോ ഇവിടെ? എനിക്ക് വല്ലാത്ത സംശയമായി. ഇപ്പോഴത്തെ കാലത്തെ ആമ്പിള്ളേരെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി വേറെന്തെങ്കിലും ഇവൻ മതിൽ ചാടിപ്പോകുന്നുണ്ടോ ഒന്നുമേ അറിയില്ല. ഇവൻ്റെ റൂമൊക്കെ ഒന്ന് തപ്പണമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് തപ്പി മാഡം. സാധാരണ അവൻ്റെ മുറി ഞാൻ കയറുന്നതേയല്ല. പക്ഷേ അപ്പോൾ എനിക്ക് ഒരു കാർഡ്ബോർഡിൽ പുസ്തകങ്ങൾക്കടിയിൽ മറച്ചു വെച്ച നിലയിൽ എൻ്റെ മോഷണം പോയ പലതും കിട്ടി മാഡം. കറകൾ കൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആ വസ്തുക്കൾ കണ്ടപ്പോൾ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായി. കള്ളൻ കപ്പലിൽ തന്നെ. അപ്പോൾ ഇവനെ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും എനിക്ക് ഷോക്കായിരുന്നു. അതുമാത്രമല്ല വിഷമവും തോന്നി. അതുപോലെ എനിക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് കരച്ചിലും വന്നു. ഭർത്താവിനെ വിളിച്ച് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ വേണ്ട, എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നല്ല ഇഷ്ടമുള്ള ആളാണ്. പിന്നെ മോൻ്റെ കാര്യത്തിൽ ഒത്തിരി പൊസസീവ്നെസ്സാണ്. അവനിത് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ ബഹളം നടക്കും. വേണ്ട, ഇത് ഞാനായിട്ട് എടുത്തുകൊണ്ടെന്ന് കത്തിച്ച് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ച് മൊത്തം ഞാനെടുത്ത് കത്തിച്ച് കളഞ്ഞു. മകൻ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ അകത്ത് കയറിയെന്നും ഇത് കത്തിച്ച് കളഞ്ഞെന്നും. എന്നോട് റൂമിനകത്ത് കയറിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കയറി. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഒന്നുമില്ലെന്ന് ചുമലിങ്ങനെ എനിക്ക് കാണിച്ചു. ഞാൻ ചോദിച്ചു, ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ 7-8 എണ്ണേ കിട്ടിയുള്ളൂ. മോഷണം പോയിട്ടുള്ളത് 10-35 എണ്ണമുണ്ട്. സത്യം പറ, നീ ഇതും കൊണ്ട് എന്താ കാണിക്കുന്നതെന്ന് ഏകദേശം എനിക്ക് മനസ്സിലായി. ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി? സത്യം പറഞ്ഞു. ഇല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, നിൻ്റെ ചേട്ടനോടും പറയും. ചിലപ്പം നിൻ്റെ സ്കൂളിലെ പഴയ പ്രിയപ്പെട്ട അധ്യാപകരില്ലേ, അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തെന്നിരിക്കും. എൻ്റെ സ്വഭാവത്തിന് ഞാൻ മോനാണെന്ന് നോക്കില്ല, സത്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും കരയാൻ തുടങ്ങി.
റിയലി സോറി അമ്മ. അച്ഛനോട് പറയരുതേ, ആരോടും പറയരുതേ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിന്നെന്ന് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. നീ മഹാവഷളായെന്ന് എനിക്ക് മനസ്സിലായി. ഈ സ്വഭാവം നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, അവൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്. അവൻ പക്ഷേ ഇവനേക്കാൾ 2 വയസ്സിന് മൂത്താണ്. PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫാൻറ്റസിയിലേക്ക് കൊണ്ടുപോകാൻ ഇവനെ ഒത്തിരി പ്രേരിപ്പിച്ചത്രേ. ഫാൻറ്റസി ഉപയോഗിച്ച് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നവനാണ് അവൻ. അവന് ഒത്തിരി ഫാൻറ്റസി ഉണ്ട്. അമ്മയെക്കുറിച്ച് ഫാൻറ്റസി ഉണ്ട്, പെങ്ങളെക്കുറിച്ച് ഫാൻറ്റസി ഉണ്ട്, ആരെക്കുറിച്ചൊക്കെയോ ഫാൻറ്റസികളുള്ള ഒരു വല്ലാത്ത സ്വഭാവക്കാരൻ. എനിക്കത് കേട്ടപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. വലുതും വലിച്ചു കയറ്റിയിട്ട് ഫാൻറ്റസി ആലോചിച്ച് നടക്കുകയായിരിക്കും. ഇവനും ആ കൂട്ടത്തിൽ പെട്ട് കാണും. ഇനി ഇവനും വേറെന്തെങ്കിലും ദുരുപയോഗത്തിൽ കളന്നിട്ടുണ്ടോ എന്നുള്ളതും അറിയില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പെട്ടെന്ന് കിടന്ന് അലറി പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകില്ല. ന്യൂട്രൽ ഇതൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായിരിക്കും നല്ലത്. എല്ലാ അമ്മമാരെ പോലും കിടന്നു തുള്ളാൻ എനിക്ക് പറ്റില്ല. പണ്ടേ ബുദ്ധിയുടെ ഭാഗത്താണ് എൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരി, അവനാണ് നിന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും? ആ അമ്മ, അവനാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു അങ്ങനെയാകുമ്പോഴേക്കും കൂടുതൽ നല്ല രസമായിരിക്കുമെന്നും എനിക്ക് മറ്റു പല കാര്യങ്ങളും വീഡിയോകളും ഒക്കെ അവനാണ് കാണിച്ചു തന്നത്. എന്നാലും നിന്നേക്കാൾ പ്രായത്തിന് മൂത്ത അവനുമായിട്ട് നിനക്ക് എങ്ങനെയാണ് ഇത്രയും ഇൻട്രസ്റ്റും സൗഹൃദവും ഉണ്ടായെന്ന്? അവൻ എൻ്റെ ജിമ്മേറ്റാണമ്മ എന്ന് പറഞ്ഞു. ആ ചുമ്മാതല്ല, ജിമ്മിൽ പോയ യവന്മാരെല്ലാം കൂടെ എന്തോ കാണിക്കുന്നത്? മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുകയും ഫാൻറ്റസി ഒപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഇപ്പോഴത്തെ തലമുറ ഇതെങ്ങോട്ടാണ് പോകുന്നത്? പണ്ട് പക്ഷേ ഇങ്ങനെ കാണുമായിരിക്കും. ഇത്രയും അധികം അവസരങ്ങളും അറിവുകളുമില്ല. ഇപ്പോൾ അറിവ് വിരൽത്തുമ്പിലാണ്. നല്ല അറിവുണ്ട്, ചീത്ത അറിവുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഒരു ദിവസം അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അവനോട് കാര്യങ്ങളൊന്നും പറയരുത്. എനിക്ക് അവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. നിന്നെ ഇതൊക്കെ ഉപദേശത്തിൻ്റെ പിന്നിലെ മനോവികാരം എന്താണെന്നും. അമ്മ, അങ്ങനൊന്നും ചോദിക്കില്ലെന്ന് ഞാൻ പറഞ്ഞാൽ പതുക്കെ ചോദിച്ചോളാം. പക്ഷേ അവനോട് നേരത്തെ പറയരുത്. അങ്ങനെങ്ങാണ് എനിക്ക് സൂചന കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിൻ്റെ അച്ഛനോടും ബാക്കിയുള്ളവരോടും നടന്ന സംഭവങ്ങളെല്ലാം തെളിവ് സഹിതം പറയും. ഞാൻ ഫോണിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നിൻ്റെ കാർഡ്ബോർഡ് പെട്ടിക്കകത്തുനിന്ന് ഇതെല്ലാം എടുക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്. പുസ്തകത്തിൻ്റെ അടിയിൽ മറഞ്ഞു കിടന്ന എല്ലാ സാധനങ്ങളും എടുക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട്. അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ആ പയ്യനെ കാണാൻ എനിക്ക് നല്ല ആകാംക്ഷയുണ്ട്. പക്ഷേ അവനെ ഉപദേശിക്കാനാണോ അല്ലെങ്കിൽ എന്തിനാണെന്ന് എനിക്ക് അപ്പോഴും പിടികിട്ടിയില്ല. കാര്യം ഇതിനെല്ലാം പിറകിൽ ഒരു പയ്യൻ. അവൻ എന്ത് തരം മാനസികാവസ്ഥ ഉള്ളവനായിരിക്കും? അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. ആകാംക്ഷ തന്നെയാണ് ആദ്യം പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. ഇനി ഇവിടെ വന്നിട്ടുള്ളവനാണെങ്കിൽ ഞാൻ കണ്ടു കാണും. മിക്കവാറും കൂട്ടുകാരൊക്കെ ഇവിടെ വരുന്നതാണ്. എന്തായാലും അവൻ വന്നൊരു ദിവസം എൻ്റെ മകൻ ഞാൻ ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ മനഃപൂർവ്വം വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭീഷണി ഏറ്റു. പക്ഷേ ആ ചെക്കനെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കൊള്ളാം, അവനെപ്പോലൊരു സുന്ദരനെ ഞാൻ ഈ അടുത്ത കാലത്തെങ്കിലും കണ്ടിട്ടില്ല. നല്ലൊരു പയ്യൻ, തങ്കം പിടിച്ച പയ്യൻ. സ്വഭാവവും ചിരിയും രൂപവും ശരീരവുമെല്ലാം പെർഫെക്റ്റ് ആണ്. അതായത് പണ്ട് കാലത്ത് ഞാൻ ടീനേജിൽ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു പയ്യൻ, കാമുകനാക്കാൻ ആരും കൊതിക്കുന്നൊരു പയ്യൻ. അവൻ്റെ തലച്ചോറിലാണോ ഇത്രയും അധികം കുബുദ്ധികൾ? കൊള്ളാലോ. ഞാൻ ഒന്നും അറിയാത്ത പോലെ അവനെ സ്വീകരിച്ചു. മോനെന്താ വേണ്ടത്? കാപ്പിയാണോ ചായയാണോ? അയ്യോ, ഇപ്പം കാപ്പി ചായ ഒന്നും വേണ്ട, 10 മണിയായില്ലേ. ആൻറ്റി ഒരു കാര്യം ചെയ്യേ, എനിക്ക് ഉച്ചയൂണ് ഉണ്ടാക്കി തരാമോ? അതിനെന്താ, ഇവിടെ ഉള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം. മോൻ ഇവിടെ ഇരിക്കേ, എനിക്ക് കുറേ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അവൻ സംശയത്തോടു കൂടി എൻ്റെ മകനെ നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, ഓ അമ്മ എങ്ങ് സംസാരപ്രിയയാ എന്ന്. അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം തെളിഞ്ഞു. ഞാൻ ഒത്തിരി നേരം അവൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് അവന് ഇഷ്ടമായിരിക്കുമെന്ന് അവൻ്റെ പുഞ്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ചെക്കന നോട്ടം എന്നെപ്പോലുള്ള ആൻറ്റിമാരെയാണെന്ന് എനിക്കപ്പം തന്നെ പിടികിട്ടി. ഞാനും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്, അല്ലാതെ കുണ്ടുകിണറ്റിലെ തവളയൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ പല നോട്ടങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാര്യം അന്നും ഇന്നും എന്നും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു സുന്ദരിയാണ്. അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഭർത്താവ് എന്തിനാണ് കവിഴ്ന്ന് വീഴുന്നത്? അപ്പോൾ എൻ്റെ കയ്യിലുമുണ്ട് ഒരു പക്ഷിക്കുള്ള വക. പക്ഷേ സംസാരിച്ചിടത്തോളം അവനെ ഇങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ദുരുപയോഗം ചെയ്ത് നടക്കുന്നൊരു പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും ഉപയോഗിക്കുന്നില്ല. കാര്യം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങുകളായിരിക്കുമെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. നല്ല ഫ്രഷ് ആയിരിക്കുന്ന അതീവ സുന്ദരൻ.
അവൻ്റെ വീട്ടുകാരെ പറ്റിയും ഫാമിലിയെ പറ്റിയും ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. പാഴായിപ്പോയ ഒരു പയ്യനാണ്. പണത്തിൻ്റെ ധാരാളിത്തം ഇഷ്ടം പോലെയുണ്ട്. അച്ഛനില്ല, ഇഷ്ടം പോലെ പണമുണ്ട്. അമ്മയെ എനിക്കറിയാൻ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരകന്ന റിലേറ്റീവിൻ്റെ അടുത്താണ് ഇവർ താമസിക്കുന്നത്. ആ വീട്ടിൽ പോയപ്പോൾ ഞാൻ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. എനിക്ക് അന്നേ തോന്നിയാണ് അവർ ഒരിളക്കക്കാരിയാണ്. കാരണം അന്നേ ഇത്തിരി ഇളകി നടക്കുന്ന സംസാരമൊക്കെയാണ്. എൻ്റെ ആ ബന്ധുവും പറഞ്ഞു, ഇവരെ സൂക്ഷിച്ചാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. കാര്യം ഇത്തിരി കുഴപ്പക്കാരിയാണെന്ന് അന്ന് പറയുകയും ചെയ്തു. അയൽക്കാരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ആ സ്ത്രീയാണ്, ആ ശൃംഗാരിയാണ് ഇവൻ്റെ അമ്മ. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അവൻ ആ വീട്ടിൽ കാണിക്കുന്ന എന്താണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ നാഥനില്ലാത്ത കളരിയാണ് ആ വീട്. ഈ അമ്മയും മകനും ഹൈ സൊസൈറ്റി സെറ്റപ്പിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ സെറ്റപ്പുമായി ഒരിക്കലും ചേർന്ന് പോകുന്ന ആൾക്കാരല്ല, ഇടത്തരക്കാരല്ല, ഹൈ സൊസൈറ്റി ആളുകളാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മുടെ പോലുള്ള ജീവിതമായിരിക്കില്ല. കഥകളിലും മറ്റും കേൾക്കുന്ന പോലെ സ്വാതന്ത്ര്യം കൂടുതലുള്ള ജീവിതമായിരിക്കും അവിടെ. ഇപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ മകനും അറിയാം, മകൻ്റെ കാര്യങ്ങൾ അമ്മയ്ക്കും അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ ഇത്രയും ഫാൻറ്റസിയൊക്കെ എൻ്റെ മകൻ്റെ തലയിൽ കുത്തിക്കയറ്റിയത്. എന്തായാലും എന്നെ ഈ ചെക്കൻ ഒത്തിരി ഇടത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആൻറ്റി ആ സൂപ്പർ മാർക്കറ്റിൽ വരാറില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചക്കിലാട്ടിയ എണ്ണ വാങ്ങിക്കാൻ ആ ചേട്ടൻ്റെ കടയിലല്ലേ എന്നും വരാറുള്ളത്. ഈ ചെക്കൻ ചക്കിലാട്ടും. ഇവനപ്പം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ചുമ്മാതല്ല മകനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. എന്തായാലും ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ മകനോട് ഞാൻ ഇടയ്ക്ക് കണ്ണ് കാണിച്ച് നീ അങ്ങ് പോയിക്കോ, ഇവനോട് സംസാരിക്കാമെന്ന്. അവൻ പറഞ്ഞു, എടാ ഞാൻ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന്. ഞാൻ രാവിലെ എൻ്റെ മോനോട് പറഞ്ഞാണ് പച്ചക്കറി വേണമെന്ന്. അവൻ സ്ഥിരമായി വാങ്ങിച്ചുകൊണ്ട് വന്നോളും. ഹസ്ബൻഡ് എന്തായാലും ഇന്നിവിടെ ഇല്ല. അതും ഒരു കാര്യമായി. എന്തായാലും എൻ്റെ മകൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ അടുത്ത സുഹൃത്തല്ലേ എൻ്റെ മകൻ. എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ആൻറ്റി പറ എന്ന് പറഞ്ഞ് അവൻ ആകാംക്ഷയോട് പറഞ്ഞത് ഞാൻ കേട്ടു, കണ്ടു. മോനെ നിന്നോടായോണ്ട് ഞാൻ പറയുകയാണ്. നിന്നെ കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. മാസങ്ങളായിട്ട് ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നു. എൻ്റെ ചില വസ്ത്രങ്ങൾ മോഷണം പോകുന്നടാ. എനിക്കൊന്നും അറിയില്ല ആരെടുത്തോണ്ട് പോകുന്നതെന്ന്. ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇവിടെ CCTV ക്യാമറ വെക്കണമെന്ന്. അപ്പോഴില്ലേ ചേട്ടന് സമ്മതിക്കുന്നില്ല, പിന്നെ എൻ്റെ മോന് സമ്മതിക്കുന്നില്ല. മോൻ സമ്മതിക്കാതായപ്പോൾ എനിക്ക് സംശയമായി. അങ്ങനെ അവൻ്റെ മുറി ഞാൻ ഒന്ന് പരിശോധിച്ചു. അപ്പോഴുണ്ടാ 30-35 കാണാതെ പോയതിൽ 5-6 അവിടെ നിന്ന് കിട്ടി മോനെ. മൊത്തം കറപ്പാടുകളാണ്. എന്ത് ചെയ്യാനാണ്? ഞാനാണെങ്കിൽ എൻ്റെ മോനെ ശരിക്കും വഴക്ക് പറഞ്ഞു. ഇതുവരെ ഞാൻ ഈ കഥ മറ്റാരോടും പറഞ്ഞിട്ടില്ല. അവൻ്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ വലിയ പ്രശ്നമുണ്ടാക്കും. സമൂഹം മുഴുവനും അറിയും. നാണക്കേടല്ലേ? അതേ ആൻറ്റി നാണക്കേടാണ്. എന്നാലും അവന് ഇങ്ങനെ കാണിച്ചല്ലോ, അവൻ ഞങ്ങളുടെ സ്വഭാവമൊന്നും ഉള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മകനെ ഇവൻ ന്യായീകരിക്കുന്നു. എന്ത് ചെയ്യാനാടാ? എൻ്റെ മകനെ ഇങ്ങനെ ഞാനും വിചാരിച്ചതല്ല. യഥാർത്ഥം ഞാൻ കണ്ടതാണ്. വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ ആൻറ്റി ആ വീഡിയോ എന്നെ ഒന്ന് കാണിക്കാമോ എന്ന്. ഞാൻ പറഞ്ഞു, എന്തിനാ കാണിക്കുന്നത്? ആരുടെ മുഖമൊന്നുമില്ലല്ലോ, ഇതുപോലൊക്കെയുള്ള വസ്തുക്കളല്ലേ ഉള്ളൂ, എന്നാലും എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അത് ഞാൻ കാണിക്കാം, അവിടെ ഇരിക്കട്ടെ, ഇതിൻ്റെ ബാക്കി ഞാൻ പറയാം. ഞാനാണെങ്കിൽ എൻ്റെ മകനോട് ചോദിച്ചു, എടാ എങ്ങനെയാണ് നിനക്കിതൊക്കെ സാധിച്ചത്? എന്താണ് നിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവസാനം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, മോനെ നിൻ്റെ പേരാ പറഞ്ഞത്, നീ പറഞ്ഞത് കൊണ്ടാണ് ഇതെല്ലാം അവൻ ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഞെട്ടിത്തെരിച്ചു. അയ്യോ ആൻറ്റി എന്തൊക്കെ ഈ പറഞ്ഞത്? ചുമ്മാതിരിക്കുന്ന എൻ്റെ തലയിൽ പഴിയെല്ലാം കൊണ്ടിടുകയാണ് അവൻ. എൻ്റെ നല്ല ഫ്രണ്ടാണ്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞാൻ അവനോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നീ വെപ്രാളപ്പെടാതിരിക്കൂ. എനിക്ക് മനസ്സിലായി നീ ഒന്നും പറഞ്ഞു കാണില്ല. പക്ഷേ അവൻ നിൻ്റെ പേരാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അവനോട് പറഞ്ഞത്, നിന്നെ ഒന്ന് വിളിച്ചോണ്ട് വാ, ഒന്ന് ചോദിക്കട്ടെ. നിൻ്റെ മുഖത്തൊന്ന് എനിക്കറിയണം, നീയാണോ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ? നീ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ, അവന് തന്നെ കുറ്റമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവനെ വല്ല സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്യണ്ടേ? ഇതൊക്കെ മാനസികമായ പ്രശ്നമല്ലേ മോനെ? അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒന്നുമില്ല. നിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി
നീ തെറ്റുകാരനല്ല, നീ ഒന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നിനെ പ്രേരിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ എൻ്റെ മകൻ്റെ കുറ്റം തന്നെയാണ്. നീ മുഖത്ത് നോക്കി അങ്ങനെ പറയുമ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കണ്ടേ? നീ നല്ലൊരു പയ്യനാണ്. എനിക്ക് ഒന്നറിയാൻ വേണ്ടി മാത്രം ഫോണിൽ കൂടെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകും. രഹസ്യമായി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സംശയം തീർന്നു. അയ്യോ ആൻറ്റി, ഞാൻ പാവമാണ്, അങ്ങനൊന്നും ചെയ്യില്ല. അവൻ കാട്ടിക്കുട്ടി വിദ്യകളാണ്. ആയിരിക്കാം മോനെ, എന്തായാലും നിന്റെ പേരല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നിന്നോട് ചോദിച്ച് സംശയം നിവർത്തി വരുത്തി എന്നേ ഉള്ളൂ. അവനിങ്ങി വരട്ടെ, ഞാൻ ആൻറ്റിയുടെ മുന്നോട്ട് വെച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സംശയം, ഇനി ഈ ചെക്കൻ തന്നെ പറഞ്ഞതാകുമോ? എന്തായാലും മോൻ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എടാ എല്ലാം ഞാൻ ഇവനോട് ചോദിച്ചു, ഇവൻ അങ്ങനെ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻ നിന്ന് പരിങ്ങി. അപ്പോൾ അതിൽ എന്തോ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻ പറഞ്ഞത്, ശരിക്കും ഈ പയ്യനില്ലേ അങ്ങനെ കറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ മകൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം കറക്റ്റാണ്. അതായത് ഈ പയ്യൻ്റെ അമ്മ, അവർ ഇതേപോലെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്ന ആളാണ്. ഒത്തിരിയധികം പാർട്ട്നേഴ്സിനെയും കൂട്ടുകാരെയും ഒക്കെ അവർ മീറ്റ് ചെയ്യാറുമുണ്ട്. ഇവൻ്റെ വളരെ ചെറുപ്പം മുതലേ അവനത് കാണുന്നതുമാണ്. ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവന് വളരെ സ്വാഭാവികമായിട്ടാണ് തോന്നിയത്. ഇവനതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും കണ്ടിട്ടുമുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ അവൻ അമ്മയെ പല രീതിയിലും പല സന്ദർഭങ്ങളിലും പലപ്പോഴും കാണുന്നുണ്ട്. അതിലൊക്കെ അവൻ രസം പിടിക്കുകയും ചെയ്തു. ആ കഥകളൊക്കെ അവൻ ഈ പറഞ്ഞതുപോലെ അടുത്ത കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യാറുമുണ്ട്. അമ്മയുടെ സ്വാതന്ത്ര്യം അവന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ കാഴ്ചകളൊക്കെ കാണാൻ അവനിഷ്ടമാണ്. പതുക്കെ പതുക്കെ അവനും പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ ഒരു ബിംബമായി വന്നത് അമ്മയാണ് എന്ന് വെച്ച് അമ്മയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഫാൻറ്റസിയായിട്ട് എൻ്റെ മകൻ ഇപ്പോൾ കാണിച്ചതുപോലെയുള്ള കാര്യങ്ങൾ അവനും ചെയ്തിട്ടുണ്ട്. സ്റ്റോർ ചെയ്ത് വിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കഥകളെല്ലാം എൻ്റെ മകനോട് നിറം പിടിപ്പിച്ച് ഇവൻ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എൻ്റെ കാര്യങ്ങൾ അവൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് അവനോട് എന്തൊക്കെയോ കമ്പനികൾ പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നീ ഇത് ചെയ്യൂന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ അല്ലെങ്കിൽ സുഹൃത്ത് അവരുടെ ചെയ്തികളൊക്കെ ഇങ്ങനെ കഥ പോലെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ഇവനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. പതുക്കെ പതുക്കെ അവനും എൻ്റെ നേർക്കുള്ള ചിന്തകളുമായി തിരിഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞ കഥകളിലെ കാര്യങ്ങൾ ഇവനും അനുകരിക്കാൻ തുടങ്ങി. അപ്പം ആ കഥ പറഞ്ഞതിലൂടെ ഇവൻ ഇൻസ്പയർഡ് ആകുകയായിരുന്നു എന്നുള്ളതല്ലാതെ ഇവനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതായ കുറേ സാധനങ്ങളൊക്കെ ഇവൻ, അതായത് എൻ്റെ മകനെ കൊണ്ട് ഈ ചെക്കന് കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ അമ്മ സുന്ദരിയാണെന്ന് പറഞ്ഞല്ലോ, എങ്കിൽ നിനക്ക് ഒരു ഗിഫ്റ്റായിരുന്നോട്ടെ എന്ന്. അവനത് സസന്തോഷം സ്വീകരിക്കുകയും ചെയ്തു. കാര്യം അവനത് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് പോലെ തോന്നി. ഇതാണ് നടന്നത്. കാര്യങ്ങൾ കേട്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി. രണ്ടുപേരും മുഖം കുനിച്ചിരുന്നു. എന്തായാലും ഇത് പുറത്ത് പറയാൻ കൊള്ളാവുന്നതല്ല. അവൻ്റെ അച്ഛനോടും പറയാൻ പറ്റില്ല. മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് രണ്ടുപേർക്ക് പ്രശ്നമാകും. ഞാൻ അവരെ രണ്ടുപേരെയും ഉപദേശിച്ചു. ശരിയാണ് മോനെ, നീ ഇങ്ങനെ കണ്ടു. ചെറുപ്പം മുതലേ അമ്മയുടെ സാന്ദ്രമാണ് നീ കാണുന്നത്. അതിൻ്റെ കാഴ്ചകൾ കണ്ട് നീ ഇൻസ്പയർഡായി. പക്ഷെ അപ്പോഴും ഓർക്കണം, അമ്മ ഇപ്പോഴും അമ്മ തന്നെയാണ്. നിനക്കിപ്പോൾ ഒരു സുന്ദരനായ പയ്യൻ, എത്രയോ സുന്ദരികൾ നിനക്ക് വേണ്ടി ക്യൂ നിൽക്കും. അപ്പോൾ നീ ആ കാര്യമല്ലേ ശ്രദ്ധിക്കേണ്ടത്? എന്തിനാണ് സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ആ കഥകൾ നീ നിറം പിടിപ്പിച്ച് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അത് വളരെ സ്വാഭാവികമാണ്, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ? അത് നീ ഓർക്കണമായിരുന്നു. നിനക്ക് അങ്ങനെ രഹസ്യമുണ്ടെങ്കിൽ നീ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. മറ്റൊരാളോട് ഷെയർ ചെയ്തപ്പോഴേക്കും അവരും അതിൽ നിന്ന് ഒരു ഊർജ്ജം ഉൾക്കൊണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ ഒട്ടും പ്രശ്നം കാണില്ല. അവർ ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞാലും അംഗീകരിക്കുമായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഉള്ള ഭാവനയിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്, പുറത്തറിഞ്ഞാലും പ്രശ്നങ്ങളാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. രണ്ടുപേരോടും എനിക്ക് പറയാവുന്നതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു മാഡം. രണ്ട് കള്ളന്മാരും മുഖം താഴ്ത്തി അത് കേട്ടു. ഇനി ഇതൊന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. ഞാൻ പറഞ്ഞു, ആവർത്തിച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൗൺസിലിംഗ് ഒക്കെ തരേണ്ടി വരും. ഞാൻ പോയി വേണ്ടപ്പെട്ടവരോട് പറയുകയും ചെയ്യും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ ഒരു കാര്യം മാനേജ് ചെയ്തത്.
പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ഭർത്താവിനോട് എനിക്ക് രഹസ്യം പറയേണ്ടി വന്നു. അറിയാതെ ഞാനങ്ങ് പറഞ്ഞു പോയി മാഡം. അത് കേട്ടപ്പോഴേക്കും ഞാൻ ഓർത്തു അദ്ദേഹം പ്രശ്നമുണ്ടാക്കുമെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് സാരമില്ല, കുട്ടികൾ അങ്ങനെയൊക്കെയാണ്. നീ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തല്ലോ. പക്ഷേ ആ ചിക്കൻ്റെ ഫോട്ടോ വല്ലതും നിൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, മകൻ്റെ കയ്യിൽ കാണുമെന്ന് പറഞ്ഞു. പ്രശ്നമൊന്നും ഉണ്ടാക്കലേ മനുഷ്യൻ പറഞ്ഞു. ഇല്ലടി, ഒന്ന് കാണട്ടെന്ന് പറഞ്ഞു. മകനോട് ഞാൻ വാങ്ങിച്ചു. എന്തായാലും അവൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. കാര്യം നിങ്ങൾ രണ്ടുപേരും ആണല്ലോ കൂട്ടുചേർന്ന് ഓരോന്ന് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ മകൻ ഫോട്ടോ തന്നു. ഭർത്താവിനെ ഞാൻ കാണിച്ചു. ഭർത്താവിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ്, ഓ എന്തൊരു സുന്ദരനായി പയ്യൻ, കൊള്ളാടി, ഇവനെ സിനിമ നടനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് നിങ്ങൾക്ക് എന്താ വേണം, നിങ്ങൾ എന്തിനാണ് ഇത്ര എക്സൈറ്റഡ് ആകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഭർത്താവ് പറയുകയാണ്, എടി ഇവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരട്ടെ, എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സംഗമം നടക്കുന്നത് നോക്കി നിൽക്കാൻ. നിങ്ങൾ എന്തേ പറഞ്ഞത്? എടി അവൻ വരട്ടെ, നീ ആ പയ്യന് നല്ലൊരു സൽക്കാരം ഒരുക്കൂ, അത് നേരിട്ട് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. വേണ്ട, തോന്നിയാസം പറയരുത്, എന്നെ പരീക്ഷിക്കാൻ പറകില്ലെന്ന് ചോദിച്ചപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനൊന്നുമില്ല, എനിക്ക് ഫാൻറ്റസികളുണ്ട്, പ്ലീസ് നീ ഇതൊക്കെ നോർമലായി എടുക്കണം, നല്ലതാ എന്ന് പറഞ്ഞ് എന്നെ കുറേ ദിവസം നിർബന്ധിച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും മകൻ്റെ ഫോണിൽ നിന്ന് ഞാൻ നമ്പർ എടുത്ത് അവനെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. ചെക്കന് ഒരു എതിർപ്പുമില്ല, അവൻ ഓക്കെയാണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി. ആദ്യം അവന് പേടി തോന്നെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അവനെ കൂളാക്കി. എനിക്കും ഇത്തരം ഫാൻറ്റസികളുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ അവൻ പലവട്ടം വന്നു പോകാൻ മാത്രം സാഹചര്യം ഒരുക്കിയത് എൻ്റെ ഭർത്താവാണ്. അതും എൻ്റെ മകൻ അറിയാതെ തന്നെ. ഭർത്താവിനതൊക്കെ വളരെ ത്രില്ലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സദാചാരം ഒത്തിരിയുള്ള കൂട്ടത്തിലായിരുന്നു, എല്ലാത്തിനോടും എതിർപ്പുമായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് അനുവദിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ആകെ മാറി. അമൃത് മുകളിൽ നിന്ന് താഴേക്ക് നിധികുംഭമായി കയ്യിൽ കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഭർത്താവിന് 100 നമസ്കാരങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ മകൻ അറിഞ്ഞിട്ടില്ല. ഇനി ഇവൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ടോയെന്നും അറിയില്ല. ഒന്നും അറിഞ്ഞതായി എൻ്റെ മകൻ ഭാവിക്കുന്നുമില്ല. കാര്യങ്ങൾ വളരെ നന്നായി പോകുന്നു. പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി. ഇത്രയും സുന്ദരനായ പയ്യനെ എൻ്റെ ഭർത്താവ് വിളിച്ചു വരുത്തിയത് വെറും കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. കാര്യം ഹസ്ബൻഡിനും ഈ പറഞ്ഞതുപോലെ അവനിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അത് എന്നെ അത്ഭുതപ്പെടുത്തി. ആണുങ്ങൾ എത്ര രഹസ്യങ്ങളാണ് ഒളിപ്പിക്കുന്നത്. ഭർത്താവിനെയും കുറ്റം പറയാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നു. ഭർത്താവിന് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വിസ്മയങ്ങളുടെ മായാലോകത്താണ്. തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കഥയാകാം, അല്ലെങ്കിൽ യഥാർത്ഥമാകാം. എന്തായാലും ഇവരെ ഉപദേശിച്ച് നേരെയാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്, ഏത് ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. ചിലപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോവുകയും ചെയ്യും. ചിലപ്പോൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞെന്നുമിരിക്കും. മനുഷ്യൻ്റെ മനസ്സ് അത് ഭയങ്കര രഹസ്യങ്ങളുടെ കൂടാരമാണ്. പലരും അസംതൃപ്തികൾ പേറിയാണ് ജീവിക്കുന്നത്. യഥാർത്ഥ സമയം കിട്ടുമ്പോഴാണ് അവർ അത് തിരിച്ചറിയുന്നത്. ചിലപ്പോൾ അവർ സദാചാരങ്ങളൊക്കെ ലംഘിക്കുകയും ചെയ്യും. ചില സമയത്ത് നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാലമായിട്ടും ഭാര്യയെ മാത്രം ഇഷ്ടപ്പെടുന്ന ഭർത്താവെന്ന് ഭാവിച്ച അയാൾക്ക് ഇങ്ങനൊരു സ്വഭാവം കൂടി ഇരുമുഖമുണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയില്ല. പക്ഷേ അപ്പോഴേക്കും അവരെല്ലാം ഒരു വട്ടത്തിലായി കഴിഞ്ഞിരുന്നു. ഇനി കറങ്ങാൻ തരവില്ലോ. അപ്പോൾ ഭർത്താവിനെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. എന്തായാലും ഈ കഥയിലെ കഥാപാത്രങ്ങളെപ്പോലെ ഒരിക്കലും നമ്മുടെ മനസ്സ് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ ചാഞ്ഞു പോകാതെ സൂക്ഷിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കറിയില്ല എവിടെ ചെന്നെത്തുമെന്ന്.